ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹുവായിയുടെ ഫ്രീബഡ്സ് 3 എന്നൊരു ഡിവൈസാണ്. ഇത് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. ബാക്ക് സൈഡിൽ പല ലാംഗ്വേജിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീബഡ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു QR കോഡും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. നല്ല മനോഹരമായിട്ടാണ് കമ്പനി ഇത് പാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറന്ന് ഉടനെ തന്നെ കാണുന്നത് നമ്മുടെ മെയിൻ ഡിവൈസ് തന്നെയാണ്. വാവ്, സൂപ്പർ ഡിവൈസാണ്. നല്ല എലഗൻറ്റ് ഷൈനി ലുക്കാണ്. ഈ ബോക്സിൽ വേറെ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഒരു USB-C കേബിൾ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാനുവലും കമ്പനി നൽകിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. നല്ല സൂപ്പർ എലഗൻറ്റ് ഷൈനി ലുക്കാണ്. നമുക്കിതിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ഒരു സർക്കിൾ ഷേപ്പാണ് കമ്പനി നൽകിയിട്ടുള്ളത്. വോവയുടെ ഒരു ലോഗോ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ USB-C പോർട്ട്. റൈറ്റ് സൈഡിൽ പെയർ ചെയ്യാനുള്ള ഒരു ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ബഡ്സ് ഒന്ന് പുറത്തോട്ട് എടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് പുറത്തോട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആപ്പിൾ എയർപോഡ്സിൻ്റെ ഡിസൈനിൻ്റെ പോലെ തോന്നും. കണ്ടില്ലേ, ആപ്പിൾ എയർപോഡ്സിൻ്റെ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. അപ്പം ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ആപ്പിളിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ ഹുവായിൻ്റെ ഈ ഫ്രീബഡ്സ് 3 നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഓപ്പൺ ഫിറ്റ് ഇയർബഡ്സ് ആയതുകൊണ്ട് റണ്ണിങ്ങിനും ജോഗിങ്ങിനും ഇത് സ്യൂട്ടബിൾ അല്ല. ഇത് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. ഈ ഡിവൈസ് മൊബൈലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന ചെറിയൊരു ബട്ടൺ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് പെയറിംഗ് മോഡിലോട്ട് മാറുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഫ്രീബഡ്സ് 3 എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഡിവൈസ് ഇപ്പോൾ ഇതിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഞാനിപ്പോൾ കണക്ട് ചെയ്തത് സാംസങ് മൊബൈലിലാണ്. ഇത് നിങ്ങൾക്ക് ഹുവായിയുടെ മൊബൈലിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് മൊബൈലിലും ആപ്പിൾ മൊബൈലിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഹുവാവയുടെ AI ലൈഫ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. കേസ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഡിവൈസ് കണക്റ്റ് ആവുന്നതാണ്. ലെഫ്റ്റ് ഇയർബഡ്സ് അതുപോലെ തന്നെ റൈറ്റ് ഇയർബഡ്സ്, ക്യാരി കേസ് എന്നിവ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ ഈ ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി ഫ്രീബഡ്സ് 3യുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമെന്ന് നോക്കാം.
ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് ഓപ്പൺ ഫിറ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇയർബഡ്സ്. വയർലെസ് ചാർജിങ് കമ്പാറ്റബിലിറ്റി ഉണ്ട്. ഇയർബഡ്സിൽ 4 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അത് ക്യാരി കേസിൽ വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 16 hours കിട്ടുന്നതാണ്. ടോട്ടൽ 20 hours ആണ് ബാറ്ററി ബാക്കപ്പ്. മറ്റുള്ള കമ്പനികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. ഈ ഡിവൈസ് ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ 2 കളറിലാണ് ഇറങ്ങിയത്. പിന്നീട് അവർ റെഡ് കളറിലും ഈ ഒരു ഡിവൈസ് പുറത്തിറക്കി. ഇതിൽ കിരിൻ A1 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ബ്ലൂടൂത്ത് കണക്ഷൻ, അൾട്രാ ലോ ലാറ്റൻസി, അതുപോലെ തന്നെ ഒരു ബോൺ സെൻസറും ഇവർ കൊടുത്തിട്ടുണ്ട്. ബോൺ സെൻസർ ഉള്ളത് കൊണ്ട് വോയിസ് കോളിംഗ് വളരെ മികച്ചതാണ്. ഡബിൾ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാവുന്നതും അതുപോലെ ക്യാൻസൽ ചെയ്യാനും കഴിയുന്നതാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ഡിവൈസ് ആണ്. ഗ്രേറ്റ് ബാറ്ററി ലൈഫ്, അപ്പീലിംഗ് ഡിസൈൻ ആൻഡ് വെരി ഫാസ്റ്റ് ചാർജിങ്. ഇനി എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്: ടച്ച് വോളിയം കൺട്രോൾ ഓപ്ഷൻ ഇല്ല, പോർ നോയ്സ് ഐസൊലേഷൻ ആൻഡ് ആൻസി പെർഫോമൻസ് നോട്ട് അപ് ടു ദ മാർക്ക്. ചില ഫീച്ചേഴ്സ് ഹുവായി മൊബൈൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. 600 റിയാലിൻ്റെ അടുത്തോളമാണ് ഇതിന് സൗദിയിൽ വരുന്ന വില. ഈ ഡിവൈസ് നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറായ ആമസോണും അതുപോലെ തന്നെ നോൺ വെബ്സൈറ്റിലും നിങ്ങൾക്കിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിന് ഇന്ത്യയിൽ വരുന്ന വില അറൗണ്ട് 13,000 rupees ആണ്. ആമസോണിൽ ഈ ഡിവൈസ് അവൈലബിൾ ആണ്. ഈ ഡിവൈസും എൻ്റെ വീഡിയോവും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താനും ആരും മറക്കരുത്. പുതിയൊരു അൺബോക്സിംഗ് റിവ്യൂവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നമസ്കാരം.